വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് റൊമാൻറ്റിക് പീരീഡിലെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ ആൻഡ് ദ എഡിൻബർഗ് ആൻഡ് ദ ക്വാർട്ടർലി. ഈ ഒരു രണ്ട് ടോപ്പിക്സാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പിക്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ റൊമാൻറ്റിക് പീരീഡിൻ്റെ ആ ഒരു സമയത്ത് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഡ്യൂ ടു ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണമായിട്ട് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷിഫ്റ്റിംഗ് എന്നുള്ളത് ലീഡ് ചെയ്യുന്നത് ടു അർബനൈസേഷൻ ആൻഡ് ന്യൂ ഫോംസ് ഓഫ് കൺസെപ്ഷൻ. വൈൽ റൊമാൻറ്റിസിസം ഇറ്റ്സെൽഫ് എംബസൈസ് ചെയ്യുന്നുള്ളത് ഇമോഷൻ ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് സൊസൈറ്റിയിൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് കൺസെപ്ഷൻ ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. റൊമാൻറ്റിക് പീരിയഡ് എന്നുള്ളത് കോയിൻസിഡർ വിത്ത് ദ റൈസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വിച്ച് ബ്രോട്ട് അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ്സ്. ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ വരവോടുകൂടി പ്രൊഡക്ഷൻ മെത്തേഡ്സിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പീപ്പിൾ മൂവ്ഡ് ഫ്രം റൂറൽ അഗ്രികൾച്ചർ സെറ്റിങ്സ് ടു അർബൺ ഏരിയാസിലേക്ക് റൂറൽ ഏരിയയിൽ നിന്ന് പീപ്പിൾസ് മാറുന്നുണ്ട്. വേർ ഫാക്ടറീസ് പ്രൊവൈഡഡ് ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഫാക്ടറീസിൽ നിന്ന് പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് കാരണമായിട്ട് അഗ്രികൾച്ചറൽ സെറ്റിങ്ങിൽ നിന്ന് അർബൺ ഏരിയാസിലേക്ക് ഈ ഒരു ജനങ്ങൾ മാറുകയാണ് ചെയ്യുന്നുള്ളത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ന്യൂ ടെക്നോളജീസും അതുപോലെ തന്നെ മെഷീനറിയും റെവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ ലീഡ് ചെയ്യുന്നുള്ളത് ടു മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ക്യാപിറ്റലിസം റൈസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഫ്യൂവൽഡ് ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം വിത്ത് എ ഫോക്കസ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് ഫ്രീ മാർക്കറ്റ്സ്. ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ദ റൈസ് ഓഫ് അഡ്വർടൈസിങ് കാരണമായിട്ട് എമർജൻസ് ഓഫ് ന്യൂ കൺസ്യൂമർ കൾച്ചർ എമർജൻസി ചെയ്യുന്നുണ്ട്. റൊമാൻറ്റിസിസം എംബസൈസ് ചെയ്യുന്നുള്ളത് ഇൻഡിവിജ്വലിസം സെൽഫ് എക്സ്പ്രഷനാണ്. ഈ ഒരു എംബസൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് പീപ്പിൾ ചൂസ് ടു കൺസ്യൂം ഗുഡ്സ്. ദ റൊമാൻറ്റിക് പീരിയഡ്സ് എ റൈസ് ഇൻ ഫാഷൻ കോൺഷ്യസ്നസ് വിത്ത് പീപ്പിൾ എക്സ്പ്രസിങ് ദർ ഇൻഡിവിജ്വാലിറ്റി ത്രോ ക്ലോത്തിങ് ആൻഡ് ആക്സസറീസ്. ക്ലോത്തിങ്ങിലൂടെയും ആക്സസറീസിലൂടെയാണ് ഇൻഡിവിജ്വാലിറ്റി പീപ്പിൾ എക്സ്പ്രസ് ചെയ്തിരുന്നുള്ളത്. റൊമാൻറ്റിസിസം എന്നുള്ളത് എംബസൈസ് ചെയ്യുന്നുള്ളത് ഓൺ വെറൈറ്റി ആൻഡ് യൂണിക്നെസ് മെഷർഡ് വിത്ത് കൺസ്യൂമറിസം. ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എ കൾച്ചർ where people were encouraged to consume as many products as possible. Self-realization through goods. The idea of self-expression and self-realization through consumption become increasingly prevalent. Industrial revolution കാരണമായിട്ട് the rise of the prosperous middle class who had more disposable income. അവർക്ക് ഒരുപാട് ഇൻകം ലഭിക്കുന്നുണ്ട് ആൻഡ് were able to participate in the new consumer culture അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ദ എഡിൻബർഗ് റിവ്യൂ. നെക്സ്റ്റ് പറയാൻ പോകുന്നുള്ളത് എഡിൻബർഗ് റിവ്യൂവും അതുപോലെ തന്നെ ക്വാർട്ടർലി റിവ്യൂവിനെ പറ്റിയിട്ടാണ്. വേർ ഇൻഫ്ലുവൻഷ്യൽ ലിറ്റററി ആൻഡ് പൊളിറ്റിക്കൽ ജേർണൽസ് ദാറ്റ് ഷേപ്ഡ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഡിസ്കോഴ്സ്. എഡിൻബർഗ് റിവ്യൂ എന്നുള്ളത് 1802 ഫ്രാൻസിസ് ജെഫ്രി, സിഡ്നി സ്മിത്ത്, ഹെൻറി ബ്രോഗം ആൻഡ് ഫ്രാൻസിസ് ഹോർണർ ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു എഡിൻബർഗ് റിവ്യൂവിൻ്റെ എയിം എന്നുള്ളത് ടു പ്രൊമോട്ട് അരിസ്റ്റോക്രാറ്റിക് വിഗ് ഇൻട്രസ്റ്റ് ആൻഡ് വാസ് പബ്ലിഷ്ഡ് ക്വാർട്ടർലി. ദ ജേർണൽ വാസ് നോൺ ഫോർ ഇറ്റ്സ് വിഗ് ആൻഡ് ലിബറൽ വ്യൂസ്. പലപ്പോഴും ടോറി ഗവൺമെൻറ്റിനെ ഈ ഒരു ജേർണൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. It featured prominent writers like William Hazlitt and Sir Walter Scott. Edinburgh Review എന്നുള്ളത് played a crucial role in shaping the landscape of periodical publications in the 19th century. It was also known for its critical stance towards some major romantic poetry. ഇനി ക്വാർട്ടർലി റിവ്യൂവിനെ പറ്റിയിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ 1808 ജോർജ് കാനിങ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ദെൻ ഫോറിൻ സെക്രട്ടറി ടു കൗണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ എഡിൻബർഗ് റിവ്യൂ. ഇനീഷ്യൽ പൊളിറ്റിക്കൽ സ്റ്റാൻസ്. അണ്ടർ ഇറ്റ്സ് ഫസ്റ്റ് എഡിറ്റർ വില്യം ജിഫ്രോഡ് ദ ജേർണൽ അഡോപ്റ്റഡ് എ കാനിങ്ടൺ ലിബറൽ കൺസർവേറ്റീവ് പൊസിഷൻ ത്രോ inconsistently. It featured writers like Robert Southey, Sir Walter Scott and Charles Lamb. The journal supported the gradual abolition of slavery, moderate law reform,
humanitarian treatment of criminals and the insane, and the liberalizing of trade, position on Catholic emancipation. Because of the views of key writers like Scott and Sade, the journal did not take a clear position on Catholic emancipation. ഈ ഒരു ക്വാർട്ടർലി റിവ്യൂ എന്താണെന്നുണ്ട്, ബിക്കം എ പ്രോമിനൻറ്റ് വോയിസ് ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു പ്രൊമിനൻറ്റ് വോയിസ് ആയിട്ടാണ് ക്വാർട്ടർലി റിവ്യൂ പിന്നീട് വരുന്നുള്ളത്. ആൻഡ് ലിറ്റററി ഡിസ്കോഴ്സ് ഡ്യൂറിങ് ദ റൊമാൻറ്റിക് എറയിലെ ലിറ്റററി ഡിസ്കോഴ്സ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് ഈ ഒരു ക്വാർട്ടർലി റിവ്യൂ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു 2 ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മോഡ്സ് ഓഫ് കൺസെപ്ഷൻ, അതുപോലെ തന്നെ ദ എഡിൻബർഗ് റിവ്യൂ ആൻഡ് ദ ക്വാർട്ടർലി, ഈ ഒരു 2 ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും